This call is now being recorded. إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. മാഷാഅല്ലാഹ് ബറകല്ലാഹു ഫീക് ജസാക്കുമുല്ലാഹ് ഖൈർ സഫിയത്ത. അടുത്തതായി എന്താണ് ഖുറഅത്ത് അഅ്യുൻ മദ്രസ, ഇതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് അറിയിച്ചു തരാൻ സ്ഥാപകരിൽ ഒരാളായ അതുപോലെ തന്നെ KG ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുമായ ഖുറഅത്ത് അഅ്യുന്റെ ഫക്കീസ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫക്കീസ പ്ലീസ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ ഫക്കീസ്ത. എന്തോ ജസ്റ്റ് ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനപ്പെട്ട ജനാബ് ഉനൈസ് പാപ്പിനിശ്ശേരി അവർകൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഖുറഅത്ത് അഅ്യുൻ എന്ന ഓൺലൈൻ മദ്രസയുടെ 4ാമത്തെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ ചുരുങ്ങിയ എണ്ണം കുട്ടികളെ കൊണ്ട് നമ്മുടെ മദ്രസയുടെ ഫൗണ്ടറായ റസിയ ബാനു ടീച്ചർ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ ഒരു മദ്രസ ഇന്ന് അള്ളാഹുവിന്റെ മഹത്തായ തൗഫീക്ക് കൊണ്ട് അൽഹംദുലില്ലാ KG മുതൽ 6ാം ക്ലാസ് വരെയും അതുപോലെ വലിയ കുട്ടികൾക്കുള്ള ടീൻസ് ക്ലാസ്സും നമ്മുടെ മദ്രസയിൽ അവൈലബിൾ ആണ്.
ഈ അവസരത്തിൽ നമ്മുടെ റസീബാനു ടീച്ചറിനെ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ടീച്ചറിന്റെ ഒരു എഫേർട്ടിലാണ് നമ്മുടെ ഈ ഒരു മദ്രസ 4 വർഷം മുമ്പ് സ്റ്റാർട്ട് ആവുന്നത്. അൽഹംദുലില്ലാ, അവര് അള്ളാഹുവിന്റെ അതിഥിയായിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധ മക്കയിലേക്ക് പോയിരിക്കുകയാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട രീതിയിൽ മഖബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് ഈ ഒരു മജ്ലിസിൽ വെച്ചിട്ട് ഞാൻ ദുആ ചെയ്യാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മദ്രസയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്തിലെ തൗഹീദിൽ അടിസ്ഥാനമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഇസ്ലാമിക മൂല്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഖുർആനും ദുആകളും ഹൃദയം കൊണ്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി നല്ല ഇൽമുകൾ സ്വീകരിച്ച് അതിനെ അമലാക്കി ഇന്ന് ദുനിയാവിലേക്കും നാളെ ആഖിറത്തിലേക്കും നമ്മൾക്ക് ഉതകുന്ന ഒരു മക്കൾ, അതാണ് നമ്മുടെ ഖുറത്തുൽ അയ്ൻ മദ്രസയുടെ പ്രധാന നിയ്യത്ത്. മദ്രസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ എല്ലാം നിങ്ങളെ ഇതിനു ശേഷം അറിയിക്കും ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ അമ്മജുസ്, അതേപോലെ ബഖറ, തജ്വീദ്, തഫ്സീർ എന്ന രീതിയിലുള്ള ക്ലാസ്സുകളും മിഷ്കാത്ത് ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് നമുക്ക് നടത്തി കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈടാക്കാതെയാണ് ഈ ഒരു പഠനം നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഖുറത്തുൽ അയ്ൻ മദ്രസയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഫീ സബീലില്ലാഹ് എന്ന ചാരിറ്റി ഗ്രൂപ്പ് ഒരുപാട് നല്ല മനസ്സിന്റെ ഉടമകളുള്ളത് കൊണ്ട് അവരുടെ സഹായം കൊണ്ടും സഹകരണം കൊണ്ടും നമ്മുടെ മദ്രസയുടെ പാരന്റ്സ്, മദ്രസയിലെ കുട്ടികളുടെ പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടുമൊക്കെ കഷ്ടത അനുഭവിക്കുന്ന ആളുകളിലേക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാ മാസവും എത്തിച്ചു കൊടുക്കാൻ ഈ ഗ്രൂപ്പിലൂടെ നമുക്ക് പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മളിവിടെ ഓറിയന്റേഷൻ ക്ലാസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ജനാബ് ഉനൈസ് പാപ്പിനിശ്ശേരി അവറുകൾ നമ്മോടൊപ്പം ഉണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയതാണ്. ജസാക്കല്ലാഹ് ഖൈർ. ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലാസ്സിന് ശേഷം സംസാരിക്കാം ഇൻഷാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു കൂടിച്ചേരലിനെ നാളെ ഹിസാബിന്റെ സമയത്ത് നല്ല സമയങ്ങളിലേക്ക് ചേർക്കപ്പെടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈറൻ ഫീസ. അടുത്തതായി ഈ ഒരു പരിപാടി ഔപചാരികമായി ഔപചാരികമായിട്ട് ഈ ഒരു പരിപാടിയിൽ എല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ട് ഞാൻ ഹസീന ടീച്ചറെ സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. കാരണം മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് വ്യത്യസ്തമായൊരു രീതി സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മക്കൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ നമ്മളെ ഈ ഖുറത്തുൽ അയ്ൻ മദ്രസ ക്രമീകരിച്ചത് ശരിക്കും പറഞ്ഞാല് ഒരു കൂട്ടം സഹോദരിമാരുടെ വളരെ ആത്മാർത്ഥമായ ഒരു പരിശ്രമം. സുബ്ഹാനല്ലാഹ്. ശരിക്കും ആ ഒരു സ്നേഹവും സൗഹൃദവും ആ ഒരു കൂട്ടായ്മയും ഈ ഒരു രൂപത്തിൽ ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേയറ്റത്തെ തൗഫീഖോട് കൂടിയാണ് ഇത്രയും നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഇനി അങ്ങോട്ടും തുടർന്ന് നല്ല രൂപത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ സഹായം എപ്പോഴും ഉണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പം ഒരുപാടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. വളരെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്തേക്ക് എത്തിയ ബഹുമാന്യ പണ്ഡിതൻ ഉനൈസ് പാപ്പിനിശ്ശേരിയെ ആദ്യമായി ഈ ഒരു മദ്രസയുടെ പേരിലും സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ ഈ ഒരു എളിയ പരിശ്രമത്തിന്റെ ഭാഗമാവാൻ വേണ്ടി വന്നതിലേറെ സന്തോഷിക്കുന്ന അൽഹംദുലില്ലാഹ്. അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. മാഷാ അല്ലാഹ്. അവരെയും എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയ രക്ഷിതാക്കളെയും മറ്റു സഹോദരിമാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഉനൈസ് പാപ്പിനിശ്ശേരി ക്ഷണിച്ചുകൊള്ളുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാമു അലൈക്കും. കേൾക്കാലോ അല്ലേ? വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംസാരവും കേൾവിയുമെല്ലാം സാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ചു നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും തെറ്റുകളും കുറ്റങ്ങളും അബദ്ധങ്ങളും പാപങ്ങളും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിരുപാധികം പുറത്തു തന്നു ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും മഹ്ശറയിലെ ഭയാനകമായ അനുഭവങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കളിൽ, കുട്ടികളിൽ എങ്ങനെയാണ് ഈമാൻ വളർത്തിയെടുക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും നേരം നിങ്ങളുമായി സംസാരിക്കുക എന്നതാണ് എന്റെ അർപ്പിതമായ കർത്തവ്യം. എന്നാൽ പറ്റുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കുവാനും അതിൽ പ്രമാണബദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ട വിഷയം ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അവർ ഈമാനുള്ളവരായി വളരണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അവരുടെ രക്തം പ്യൂർ ആയിരിക്കണം എന്നതാണ്. അവർക്ക് രക്തശുദ്ധി ഉണ്ടായിരിക്കണം എന്നതാണ്. രക്തശുദ്ധി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാൻ പാടില്ല, ഷുഗർ ഉണ്ടാവാൻ പാടില്ല, വേറെ രോഗങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, അവരെ ഹെൽത്തി ആയി വളർത്തണം എന്നൊന്നുമല്ല. മറിച്ച് നമ്മുടെ രക്തം കൊണ്ടുപോയി ലാബുകളിൽ ടെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുതരം അശുദ്ധി ചിലരുടെ രക്തത്തിനെങ്കിലും ഉണ്ടാവാറുണ്ട്. ആ ഒരു രക്തശുദ്ധിയെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചുമാണ് ആദ്യമായി നിങ്ങളോട് സംസാരിക്കാറുള്ളത്. നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് അവരുടെ രക്തം നല്ല ശുദ്ധിയായിരിക്കണം എന്നതാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞു മനസ്സിലാക്കി തരാം. നമ്മളൊക്കെ പല നാടുകളിലും പ്രസംഗിക്കാനും മറ്റൊക്കെ പോകുമ്പോൾ അവിടെ ഒരു 40-45 ആയ ആളുകൾ, രക്ഷിതാക്കൾ, ഉമ്മയും ഉപ്പയും, അവര് വന്നിട്ട് പലപ്പോഴും പരാതി പറയാറുണ്ട്, കുട്ടീനെ ഒന്ന് ഉപദേശിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവുമോ? എന്നാൽ ആവുന്ന വിധം ഞാൻ ഉപദേശിച്ചു, എന്നാൽ ആവുന്ന വിധം ഞാൻ പറഞ്ഞു കൊടുത്തു, പക്ഷെ കേൾക്കുന്നില്ല, നന്നാക്കാൻ പറ്റുന്നില്ല, എന്തു പറഞ്ഞാലും തർക്കുത്തരാണ്, കയ്യിലില്ലാത്ത വൃത്തികേടുകളൊന്നുമില്ല, രാത്രി 12 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത്, എത്ര പറഞ്ഞിട്ടും കുട്ടി അനുസരിക്കുന്നില്ല, നന്നാവുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന, പരിഭവം പറയുന്ന ഒട്ടേറെ രക്ഷിതാക്കളെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷിതാക്കൾ അവരെ നന്നാക്കാൻ വേണ്ടി, അവരെ മാറ്റിയെടുക്കാൻ വേണ്ടി എത്രയെല്ലാം ശ്രമിച്ചിട്ടും ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഉപദേശങ്ങളും നല്ല വിദ്യാഭ്യാസവും മാത്രം കൊടുത്താൽ പോരാ. ഹലാലായ ഭക്ഷണം അവർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ വളരുള്ളൂ. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹറാമിൻ്റെതാണെങ്കിൽ, ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ളതാണെങ്കിൽ
നമ്മൾ എത്ര പരിശ്രമിച്ചാലും നാം വിചാരിക്കുന്ന വഴിയിലേക്ക് അവർ വരില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കി, ഇന്നലകളിൽ ജീവിച്ചു മരിച്ചുപോയ മഹാരഥന്മാരായ അയിമത്തിന്റെ ഇമാമുകളടക്കമുള്ള മഹാപണ്ഡിതന്മാർ, അവരുടെയൊക്കെ മാതാപിതാക്കളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ പണ്ഡിതന്മാരെയും വലിയ പണ്ഡിതകളെയുമല്ല. ഇമാം അബു ഹനീഫയുടെ, ഇമാം മാലിക്കിന്റെ, ഇമാം ഷാഫിയുടെ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ, ബുഖാരിയുടെ, മുസ്ലിമിന്റെ ഒക്കെ റഹിമഹുമുള്ള, അവരുടെയൊക്കെ മാതാപിതാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ അവരൊന്നും വലിയ പാണ്ഡിത്യമുള്ള ആളുകളൊന്നും ആയിരുന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ വളരെ കർക്കശമായി കൊണ്ടു നടന്ന ചില ആദർശങ്ങളുണ്ട്. ഒരിക്കലും തെറ്റാതെ അവർ മുറുകെ പിടിച്ച ചില ആശയങ്ങളുണ്ട്. അതാണ് അവരുടെ മക്കളുടെ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് കാരണമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം. ഒരു യുവാവ് പുഴക്കരയിലൂടെ നടക്കാണ്. നല്ല വിശപ്പുണ്ട്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ആള് വളരെ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്. വിശന്നിങ്ങനെ ഓരോ ഭക്ഷണം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നടക്കാനാണല്ലോ. നമുക്ക് വിശക്കുമ്പോഴാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ മുന്നിൽ മാറി മറിയ. ചോറ് കഴിക്കാനുള്ള സമയം 1 മണി, 2 മണി, 3 മണിയൊക്കെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം നല്ല ചോറിന്റെയും സാമ്പാറിന്റെയും അതുപോലെ മീൻ പൊരിച്ചതൊക്കെ ഇങ്ങനെ ആ രംഗങ്ങൾ മനസ്സിൽ ഇങ്ങനെ വരും. അതിന്റെ സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാവും. അതെല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഒട്ടുമിക്ക മനുഷ്യരും അങ്ങനെ തന്നെയാണ്. കാരണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ്. ഈ മനുഷ്യൻ വളരെ വിശന്ന് പ്രയാസപ്പെട്ടിട്ടാണ് നടക്കുന്നത്. അപ്പൊ അയാളപ്പൊ കാണുന്നത് എന്താണ്? പുഴയിലൂടെ ആപ്പിൾ ഒഴുകി വരുന്നു. ചാടി അങ്ങോട്ട് എടുത്തു ചാടി, എന്നിട്ട് ആപ്പിള് നീന്തി പിടിച്ചു, കരയിലേക്ക് വന്നു, മുഴുവനായിട്ടും കഴിച്ചു. അത്രക്ക് തീവ്രമായിരുന്നു അയാളുടെ വിശപ്പ്. അയാൾ മറ്റൊന്നും ആലോചിച്ചില്ല. ആപ്പിൾ ഉള്ളിലേക്ക് പോയപ്പോൾ അയാളുടെ കുറച്ച് വിശപ്പൊക്കെ അടങ്ങി, കുറച്ചൊന്ന് സമാധാനമായി. സമാധാനമായപ്പോഴാണ് അയാൾക്ക് പറ്റിയ അമളി അയാൾ മനസ്സിലാക്കിയത്. അയാൾ ചിന്തിച്ചു, പഠിച്ചോനെ, ഇത് എന്റെ ഉടമസ്ഥയിലുള്ളതല്ലല്ലോ, എനിക്ക് അനുവദിക്കപ്പെട്ട ആപ്പിളും അല്ല, ഇത് ആരുടേതായിരിക്കും? ഞാൻ എങ്ങനെയാണ് ഇതെടുത്ത് കഴിച്ചത്? ഇത് ഹറാമായി പോവല്ലോ എന്ന ചിന്ത അയാളുടെ മനസ്സിനെ വല്ലാതെ അലട്ടാണ്. പിന്നീട് അയാൾ ചെയ്യുന്നത്, ആ പുഴക്കരയിലൂടെ അങ്ങനെ നടക്കുന്നു, പിന്നോട്ട് നടക്കുന്നു, ഒഴുക്ക് വരുന്ന എതിർ ദിശയിലേക്ക്. കാരണം എവിടെയാണ് ആപ്പിൾ തോട്ടം എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് നടന്ന് അവസാനം അയാൾ ആപ്പിൾ തോട്ടം കണ്ടെത്തി. ആപ്പിൾ തോട്ടം കണ്ടെത്തിയപ്പോ അയാൾക്ക് ഉറപ്പായി ഈ ആപ്പിൾ തോട്ടത്തിൽ തന്നെയാണ് പുഴയിലേക്ക് ആപ്പിൾ വീണിട്ടുള്ളത്. കാരണം പല മരങ്ങളും പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ആ ആപ്പിൾ തോട്ടത്തിന്റെ ഉടമസ്ഥനെയും തിരഞ്ഞിറങ്ങി. ഒരുപാട് അന്വേഷണത്തിന് ശേഷം ആപ്പിൾ തോട്ടത്തിന്റെ ഉടമസ്ഥനെയും അയാൾ കണ്ടെത്തി. നോക്ക് നിങ്ങൾ, ഒരു ആപ്പിളിന് വേണ്ടിയിട്ടാണ് ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ. നമ്മളൊക്കെ എന്തൊക്കെ മുതലുകൾ അന്യായമായി എടുത്തു പോയിട്ടുണ്ട് അറിയാതെ. അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ നമ്മൾ ഇതുപോലെയൊക്കെ മെനക്കിടുവോ? നമ്മൾ ഇല്ല. ആൾക്ക് അല്ല പൊരുത്തപ്പെട്ടു എന്നുള്ള സില്ലി ഭാഷയാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുക. പക്ഷെ ഇയാൾ ആ നാട്ടിൽ അന്വേഷിച്ചിട്ട് ആ ആപ്പിൾ തോട്ടത്തിന്റെ ഉടമസ്ഥനെ അയാൾ കണ്ടുപിടിച്ച് ആ വീട് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് പോയിട്ട് ആ വീടിന്റെ വാതിൽ കൊട്ടാൻ തുടങ്ങി. വാതിൽ ഗൃഹനാഥൻ തുറന്നു. അപരിചിതനായ ഒരാളാണ് മുന്നിൽ നിൽക്കുന്ന, ആരാണെന്ന് അറിയില്ല. എന്തേ വന്നതെന്ന് ചോദിച്ചു. അയാൾ മറുപടി പറഞ്ഞു, ഞാൻ വളരെ വിശന്നിട്ടും പ്രയാസപ്പെട്ടായിരുന്നു പുഴക്കരയിലൂടെ നടക്കായിരുന്നു. പെട്ടെന്ന് അതിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വരുന്നതായിട്ട് ഞാൻ കണ്ടു. വിശപ്പിന്റെ ആധിക്യം കൊണ്ട്, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അത് ഞാൻ ചാടിയെടുത്ത് കഴിച്ചുപോയി. പിന്നീടാണ് പുഴവക്കയിലുള്ള ആപ്പിൾ തോട്ടത്തിന്റെ ഉടമസ്ഥനെ കുറിച്ച് ഞാൻ ഓർത്തത്. ഞാൻ തിരിച്ചു നടന്നു, ആപ്പിൾ തോട്ടത്തിലെത്തി അതിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ചു. അവസാനം നിങ്ങളുടെ മുന്നിൽ വന്നു. നിങ്ങളുടേതാണോ ആ തോട്ടം? ഗൃഹനാഥൻ പറഞ്ഞു, അതെ, എന്റെ തന്നെയാണ് ആ തോട്ടം. എങ്കിൽ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഉതിർന്നു വീണ ഒരു ആപ്പിൾ നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ കഴിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? ഈ ഗൃഹനാഥൻ ആകെ അത്ഭുതപ്പെട്ടു. ഇതെന്തപ്പത്? ഒരു ആപ്പിൾ കഴിച്ചതിന് വേണ്ടിയിട്ട് ഇത്ര ദൂരം നടന്നു വന്നിട്ട് ഈ അപരിചിതമായ നാട്ടിൽ എന്നെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് വീട്ടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു യുവാവോ? ഇത്രയൊക്കെ സത്യസന്ധതയുള്ള യുവാക്കൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഈ ഗൃഹനാഥനാകെ അമ്പരന്ന് പോയി. അയാൾ ഈ മനുഷ്യനെ അടിമുടി ഇങ്ങനെ നോക്കി. എന്നിട്ട് മറുപടി പറഞ്ഞു, പൊരുത്തപ്പെട്ടു വരില്ല, പൊരുത്തപ്പെടുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു.
ഈ യുവാവ് ആകെ വിഷണ്ണനായി ആകെ പ്രയാസത്തിലായി, എന്ത് ചെയ്യണമെന്നറിയാതെ ഇയാളുടെ കാൽക്കൽ വീണ് കരഞ്ഞു. എനിക്ക് നിങ്ങളെ പൊരുത്തപ്പെട്ട് തരണം, കാരണം ഹറാമിന്റെ ഒരു തുള്ളി രക്തം പോലും എന്റെ സിരകളിൽ ഓടാതിരിക്കാൻ ഞാൻ വർഷങ്ങളായി പരിശ്രമിച്ചിട്ടാണ് വളർന്നത്. അതാണ് തെറ്റിപ്പോ, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പൊരുത്തപ്പെട്ടെന്ന് അയാൾ കരഞ്ഞു പറഞ്ഞു. അവസാനം ഗൃഹനാഥൻ പറഞ്ഞു, ശരി പൊരുത്തപ്പെടാം, ഞാൻ നിനക്ക് മാപ്പ് നൽകാം. പക്ഷെ വെറുതെ അങ്ങോട്ട് മാപ്പ് നൽകൂല, ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അത് അംഗീകരിച്ചാൽ മാത്രമേ മാപ്പ് തരുള്ളൂ. അയാൾ ചോദിച്ചു, എന്താണ് കണ്ടീഷൻ? എന്തായാലും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. ഗൃഹനാഥൻ പറഞ്ഞു, എന്റെ മോളെ കെട്ടണം, നിങ്ങള് എന്റെ മോൾക്ക് പുതിയാപ്പിളായിട്ട് വരണം എന്ന് പറഞ്ഞു. യുവാവാണ്, എന്തായാലും വിവാഹം കഴിക്കേണ്ടതാണ്. അയാൾക്ക് വലിയ പ്രയാസം തോന്നിയില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഗൃഹനാഥൻ പറഞ്ഞു, എന്റെ മോള് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പോലത്തെ ആളല്ല. എന്റെ മോൾക്ക് സൗന്ദര്യമേ ഇല്ല, അതായത് വിരൂപിയാണ്. എന്റെ മോൾക്ക് കാഴ്ചയില്ല, അന്ധയാണ്. എന്റെ മോൾക്ക് കേൾവിയില്ല, ബധിരയാണ്. എന്റെ മോൾക്ക് സംസാരശേഷിയില്ല, മൂകയാണ്. എന്റെ മോൾക്ക് കൈകാലുകൾ ചലിക്കില്ല, അവൾ വികലാംഗയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിരൂപിയായ, അന്ധയായ, ബധിരയായ, മൂകയായ, വികലാംഗയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗൃഹനാഥൻ തന്നോട് ആവശ്യപ്പെടുന്നതെന്ന് ആർക്ക് മനസ്സിലായി? യുവാവിന് മനസ്സിലായി. ആ യുവാവ് ആകെ പ്രയാസപ്പെട്ടു, അയാൾ ആകെ ഷോക്കായി പോയി. പക്ഷെ ഗത്യന്തരമില്ലാതെ അയാൾ പറഞ്ഞു, ഞാൻ അതിനും തയ്യാറാണ്. കാരണം നിങ്ങളുടെ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു പോയി എന്നതിന്റെ പേരിൽ എന്റെ സിരകളിലൂടെ ഹറാമിന്റെ രക്തം നിലനിൽക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഈ പറഞ്ഞ വിരൂപിയായ, അന്ധയായ, ബധിരയായ, മൂകയായ, വികലാംഗയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് ആജീവനാന്തം ആ പെൺകുട്ടിയെ ചുമക്കുന്നത് തന്നെയാണ്. ആലോചിച്ച് നോക്കുന്നത് എന്റെ സഹോദരിമാരെ, എത്രമാത്രം കൺസേൺ ആണ് ഈ ഒരു വിഷയത്തിൽ ആ മനുഷ്യരെടുത്തത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഈ ഗൃഹനാഥൻ ആകെ അമ്പരുന്നു. ഇത്രയും വലിയ ത്യാഗം ഒരു ആപ്പിളിന് വേണ്ടി സഹിക്കാൻ തയ്യാറാണെന്ന് മനുഷ്യനാണ്. ശരി, ഏതായാലും നിക്കാഹ് ചെയ്തു കൊടുത്തു. അയാൾക്ക് വേറൊന്നും ആലോചിച്ചില്ല, ഗൃഹനാഥനൊന്നും ആലോചിച്ചില്ല, അയാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തു. നിക്കാഹ് കഴിഞ്ഞ് ഈ ഗൃഹനാഥൻ തന്റെ ഈ ആപ്പിൾ തോട്ടത്തിന്റെ ഉടമസ്ഥൻ തന്റെ മകളുമായി ഇയാളുടെ അടുത്തേക്ക് വരികയാണ്. ഇയാളിങ്ങനെ നോക്കുന്നു, എന്റെ ഭാര്യ എവിടെ? ഈ കൊണ്ടുവരുന്ന പെൺകുട്ടിക്കാണെങ്കിൽ നല്ല സൗന്ദര്യമുണ്ട്, അതിസുന്ദരിയാണ്. എന്റെ ഭാര്യ വിരൂപിയാണ്, സൗന്ദര്യമില്ല. അപ്പൊ എന്റെ ഭാര്യ എവിടെ? ഈ കൊണ്ടുവരുന്ന കുട്ടിക്കാണെങ്കിൽ കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, സംസാരശേഷിയുണ്ട്, കൈകാലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല, വികലാംഗയൊന്നുമല്ല. എന്റെ ഭാര്യ എവിടെ? അയാൾ ഗൃഹനാഥനോട് ചോദിച്ചു. അപ്പൊ ഗൃഹനാഥൻ പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങളുടെ ഭാര്യ, ഇത് തന്നെയാണ് എന്റെ മകൾ. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വിരൂപിയും, ബധിരയും, അന്ധയും, മൂകയും, വികലാംഗയുമായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരാന്നല്ലേ പറഞ്ഞത്. ഈ കുട്ടിയാണെങ്കിൽ അതിസുന്ദരിയാണ്, കാഴ്ചയുള്ളവളാണ്, കേൾവിയുള്ളവരാണ്, നല്ല സ്വരത്തിൽ സംസാരിക്കുന്നവളാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ ആ പിതാവ് മറുപടി പറഞ്ഞു, ഞാൻ എന്റെ മകളെ വളർത്തിയത് എങ്ങനെയാന്ന് നിങ്ങൾക്കറിയോ? ഹറാമ് കാണാനുള്ള ഒരു അവസരം അവളുടെ കണ്ണുകൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഹറാമ് കാണുന്ന കണ്ണ് അവൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് ചെവിയില്ല, ചെവി കേൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹറാമ് കേൾക്കാനുള്ള ഒരു അവസരം ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല. ഹറാമ് കേൾക്കുന്ന ചെവി അവൾക്കില്ല. ഹറാം സംസാരിക്കുന്ന സംസാരശേഷി അവൾക്കില്ല. ഹറാമിലേക്ക് ഹറാമ് ചെയ്യുന്ന കൈകളുടെ ശേഷി അവൾക്കില്ല. അവളുടെ കൈകൾ ഹറാമ് പ്രവർത്തിക്കാറില്ല. ഹറാമിലേക്ക് നടന്നു പോകുന്ന കാലുകൾ അവൾക്കില്ല. അന്യന്റെ മുന്നിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന സൗന്ദര്യവും അവൾക്കില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇല്ല എന്ന് ഈ ഗൃഹനാഥൻ പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് അയാൾ വിശദീകരിച്ചു. അങ്ങനെ അവർ വിവാഹം ചെയ്യിച്ചു. ഗൃഹനാഥൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത്ര കൃത്യമായ ഹറാമുകളിൽ നിന്ന് സംരക്ഷിച്ച് ഞാൻ എന്റെ മകളെ വളർത്തി. ഞാൻ ഈ നാട്ടിൽ അന്വേഷിക്കുകയായിരുന്നു, എന്റെ മകൾക്ക് അനുയോജ്യനായ ഒരു വരൻ ആരായിരിക്കും? ഹറാമുകളെ ഇത്രത്തോളം സൂക്ഷിക്കുന്ന, അള്ളാഹുവിലുള്ള തഖ്വയുടെ വിഷയത്തിൽ ഇത്രത്തോളം കണിശതയുള്ള ഒരാളെ വേണം എന്റെ മകളുടെ കൈപിടിച്ചേൽപ്പിക്കാൻ. ഞാൻ അന്വേഷിക്കുകയായിരുന്നു, കിട്ടിയില്ല. അങ്ങനെയാണ് നിങ്ങൾ എന്റെ വാതിൽ വന്ന് മുട്ടുന്നത്. നിങ്ങളെ കണ്ടപ്പോ ഞാനൊന്ന് അമ്പരുന്നു, ഇയാൾ ഏതാണ്, നല്ല യുവാവാണല്ലോ. അപ്പോഴാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങളൊരു ആപ്പിൾ എടുത്ത് കഴിച്ചു പോയിട്ടുണ്ട്, വളരെ ദൂരെ നിന്നാണ് ഞാൻ വരുന്നത്. ആ നിമിഷം മനസ്സിലാക്കി, ആ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചതിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരം, ഇത്രയും പ്രയാസപ്പെട്ട് നിങ്ങൾ എന്റെ വീട്ടുമുറ്റത്ത് വരണമെങ്കിൽ ആയിരിക്കണം, നിങ്ങളുടെ രക്തം അത്രയും ശുദ്ധിയുള്ളതായിരിക്കണം എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ പുറമെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്
ഞാൻ ചില പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങളിൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ അറിയാതെ കഴിച്ചു പോയ ഒരു ആപ്പിളിന് വേണ്ടി അന്ധയും ബധിരയും മൂകയും വികലാംഗയും വിരൂപിയുമായ ഒരു പെൺകുട്ടിയെ ജീവിതകാലം മുഴുവൻ ചുമക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ നാട്ടിൽ നിങ്ങളെക്കാൾ തഖ്വയുള്ള, നിങ്ങളെക്കാൾ ഭയഭക്തിയുള്ള ഒരു യുവാവിനെ എന്റെ മോൾക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്റെ മരുമകനായി നിങ്ങളെ തെരഞ്ഞെടുക്കാൻ കാരണമായത് എന്നും കൂടി അയാൾ പറയാൻ. ഇതൊരു ദമ്പതിമാരുടെ ചരിത്രമാണ്. ആരാണെന്നറിയ ഈ ദമ്പതിമാർ? അത് കേൾക്കുമ്പോ ഈ കഥ അറിയാത്ത ആളുകൾ ഒരുപക്ഷെ അത്ഭുതപ്പെടും. ആരാ ഈ ദമ്പതിമാർ? മഹാനായ അയിമത്തിന്റെ ഇമാമുകളിൽ പ്രഥമനായ മഹാരഥനായ പണ്ഡിതൻ, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച, ഒരുപാട് മനുഷ്യർക്ക് ദീനിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കൊടുത്ത മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണിത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇമാം അബൂ ഹനീഫയെ പോലെയുള്ള മക്കൾ ഉണ്ടാവണമെങ്കിൽ, ഇമാം ഷാഫിഈയെ പോലെയുള്ള മക്കൾ ഉണ്ടാവണമെങ്കിൽ, ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള മുജദ്ദിദുകളായ പണ്ഡിതന്മാരായ മുഅ്മിനുകളായ ഈമാനുള്ളവരായ വെളിച്ചമുള്ളവരായ മക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹലാലായ ഭക്ഷണം കൊടുത്ത് മക്കളെ വളർത്തേണ്ടതുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ കനിഷ്ഠത പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള മക്കൾ ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ മക്കൾക്ക് ഈമാൻ ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർക്കശക്കാരനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? ഞാൻ അംഗീകരിക്കൂല. കാരണം ജീവിതത്തിൽ അത്രത്തോളം ലാളിത്യവും അത്രത്തോളം മിതത്വവും അത്രത്തോളം വിട്ടുവീഴ്ചയും അത്രത്തോളം വിശാലതയും വാത്സല്യവും കാണിച്ച വേറൊരു മനുഷ്യനെ ചരിത്രത്തിൽ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റൂല. അത്ര വിശാലതയുള്ള ആളായിരുന്നു മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ നിസ്കരിച്ച് സുജൂദ് ചെയ്യുമ്പോഴേ പ്രവാചകന്റെ പെരടിയിൽ വന്ന് കയറി ഇരിക്കുമായിരുന്നു അവിടുത്തെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. പ്രവാചകൻ അവർ വലിച്ചു താഴെ കിട്ടില്ല. ഹൈ, നിസ്കരിക്കാനും സമ്മതിക്കൂല, നശൂലകളി എന്നൊന്നും പ്രവാചകൻ പറഞ്ഞില്ല. റസൂൽ അത് ആസ്വദിച്ചു. പ്രവാചകന്റെ പുറത്തിരിക്കുന്നത് അവരിറങ്ങി പോകുന്നത് വരെ സുജൂദ് ദൈർഘിപ്പിച്ചു എന്നാണ്. ആലോചിച്ച് നിങ്ങൾ പള്ളിയിൽ വന്നിട്ട് കുട്ടികൾ രണ്ടൊച്ചയും വിളി ഉണ്ടാക്കി കഴിഞ്ഞാൽ മുന്നിരിക്കുന്ന വയസ്സന്മാർക്ക് എന്തോരം പരാതിയാണ്, എന്തോരം പരിഭവമാണ്. പള്ളിയിൽ കുട്ടികളുടെ ശബ്ദം കേട്ടിട്ടില്ലെങ്കിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. കാരണം അടുത്ത തലമുറയിൽ പള്ളി മൂകമാവാൻ പോവാണ്. ഈ തലമുറയിൽ കുട്ടികളുടെ കരച്ചിൽ പള്ളിയുടെ നിസ്കാരത്തിന്റെ പിറകിൽ നിന്ന് കേട്ടെങ്കിൽ മാത്രമേ നാളെ ഈ പള്ളിയിൽ ഒച്ചപ്പാടുണ്ടാവുള്ളൂ, ബാങ്ക് കൊടുക്കുള്ളൂ, നിസ്കാരം നടക്കുള്ളൂ. അല്ലാതെ കുട്ടികളൊന്നും പള്ളിയിലേക്ക് വരുന്നില്ല. എന്ത് സ്വത്തായിട്ട് നിസ്കരിക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ ആ കുട്ടികൾ പള്ളിയിലേക്ക് വരികയില്ല. റസൂൽ മിഹ്റാബിൽ നിന്ന് നിസ്കരിക്കുമ്പോഴാണ് പ്രവാചകന്റെ തോളത്ത് കയറിയിരുന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. പ്രവാചകൻ ഷൗട്ട് ചെയ്തോ? പ്രവാചകൻ ചീത്ത പറഞ്ഞോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹസൻ റളിയല്ലാഹു അൻഹു വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. റസൂലിന്റെ ഹൃദയം ഇങ്ങോട്ട് പൊട്ടി. പ്രവാചകൻ മിമ്പറിന് നേരെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഓടിച്ചെന്ന് ഹസൻ റളിയല്ലാഹു അൻഹു എടുത്ത് വാരിയെടുത്ത് ചുംബിച്ചിട്ടാണ് പിന്നെ മിമ്പറിലേക്ക് കയറുന്നത്. അപ്പൊ എല്ലാ വിഷയത്തിലും വിട്ടുവീഴ്ചയും വിശാലതയും കാണിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലത കാണിക്കാത്ത ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. എപ്പോഴാണെന്നറിയാം നിങ്ങൾ? ഒരിക്കൽ മദീന പള്ളിയിൽ കുറച്ച് സക്കാത്തിന്റെ മുതൽ വന്ന് കിടക്കാണ്. അതൊരു ഈത്തപ്പഴം ഇങ്ങനെ കൂന കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരുപാട് ഈത്തപ്പഴം വന്നിട്ട് സക്കാത്തിന്റെ മുതലാണ്, ഈത്തപ്പഴം കൂന കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ വീട് കുറച്ച് മദീന പള്ളിയിൽ നിന്ന് കുറച്ച് അപ്പുറത്താണല്ലോ. അവരിങ്ങനെ പള്ളിയിലേക്ക് വന്നപ്പോ കൂട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇത് കണ്ടു, ഈ ഈത്തപ്പഴം കണ്ടു. അദ്ദേഹം ചെറിയ കുട്ടിയാണ്, ചെറിയ മോനാണ്. വേഗം പോയിട്ട് ഈത്തപ്പഴം എടുത്തു, അതങ്ങോട്ട് വായിലേക്ക് ഇട്ടു, അതിങ്ങനെ ചവക്കാൻ തുടങ്ങി. ഇത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുങ്കാറ്റ് പോലെയാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തിയത്. കൊടുങ്കാറ്റ് പോലെ അതിവേഗതയിൽ. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് കൈയിട്ട് കൊണ്ട് പറഞ്ഞു, മോനെ ഇത് നമുക്ക് അവകാശമുള്ളതല്ല കേട്ടോ, ഇത് നമുക്ക് തിന്നാൻ പറ്റുന്നതല്ല, തുപ്പിക്കള എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വായിലേക്ക് വിരലിട്ടുകൊണ്ട് പുറത്തേക്ക് വലിച്ചെടുത്ത് തുപ്പിച്ചു. നിസ്കാരത്തിൽ പുറത്ത് കയറിയിട്ട് ചീത്ത പറയാത്ത പ്രവാചകൻ, മിമ്പറിൽ മോനെ കണ്ടപ്പോ ഇറങ്ങി വന്ന പ്രവാചകൻ, ആന കളിക്കാൻ വേണ്ടി പുറം കാണിച്ചു കൊടുക്കുന്ന പ്രവാചകൻ, ജീവിതത്തിൽ ഇന്ന് വരെ അവരോട് ശൗര്യത്തോടെ പെരുമാറിയിട്ടില്ലാത്ത പ്രവാചകൻ, കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് ആ കുഞ്ഞുമോൻ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴത്തിന്റെ മധുരം വിരൽ ഉപയോഗിച്ച് പുറത്തേക്ക് തോണ്ടിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയോ? ഹറാമിന്റെ ഒരു തുള്ളി രക്തം
എന്റെ കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകം മുഴുവൻ നശിക്കുന്നതിനേക്കാൾ ഭയാനകമാണ്. ഇതാണ് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഹലാല് മാത്രം തിന്നാൻ കൊടുക്കുന്ന മക്കൾ ഒരിക്കലും വഴിപിഴച്ചു പോകില്ല. ഇനി വഴിപിഴച്ചു പോയാൽ തന്നെ ഒരു സന്ദർഭത്തിൽ അവർ തിരിച്ചു പോരും, ഒരു സംശയവും കാര്യത്തിൽ, ഒരു സംശയവും വേണ്ട. നേരെ മറിച്ച് ഹറാമ് തിന്നുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ശരീരം നരകത്തിന്റെ വിറകുകൊള്ളിയാണ്. ആ കുട്ടി നന്നാവാൻ വലിയ പാടാണ്, വലിയ പ്രയാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബ്രോസ്റ്റും അൽഫാമും ഷവായും തന്തൂരിയും ബട്ടർ നാനും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. കൊടുക്കുന്ന ഭക്ഷണം ഹലാലാവുക, അന്യന്റെ അവകാശം അപഹരിക്കപ്പെടാത്ത രീതിയിൽ, അന്യന് അർഹതപ്പെട്ട ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല ഭക്ഷണം കൊടുക്കുക എന്നതാണ് ആ പറഞ്ഞതിന്റെ സാരം. ഒന്നാമത്തെ വിഷയം അതാണ്. ഇനി രണ്ടാമതായി, നമ്മുടെ മക്കൾ വാക്കുകളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുക നമ്മുടെ പ്രവൃത്തിയാണ്. അല്ലെ? നിങ്ങൾ കുട്ടികളോട് നിസ്കരിക്കടാ, നിസ്കരിക്കടി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാ പണിയും, അത് എത്ര വലിയ പണിയാവട്ടെ, സഹോദരിമാരെ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ നിസ്സാരമായിട്ട് വിടരുത്. വളരെ സീരിയസ് ആയി, വളരെ മനോവേദനയോട് കൂടിയാണ് ഈ പറയുന്നത്. നമ്മുടെ മുസ്ലിം വീടുകൾക്കുള്ളിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെയും ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് അറിയുങ്ങൾ? ദുഹ്റും അസ്റും ഒറ്റ ഒന്നുമില്ല നിസ്കരിക്കുക. അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് കൊടുത്താല് പിന്നെ ഉണ്ടാവും അടുക്കളയിൽ ഒരുപാട് പണി. കറി ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, മീൻ ഉണ്ടാക്കുക, മീൻ പൊരിക്കുക, പാത്രം കഴുകുക, അലക്കുക, തുടക്കുക. നിങ്ങൾ ഈ ചെയ്യുന്ന നിങ്ങളുടെ കുടുംബത്തിനാണല്ലോ, അല്ലെ? ഈ കുടുംബം ഒന്നും മാശറയിൽ ഉണ്ടാവൂല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, മീസാനിന് തൂക്കി നോക്കിയിട്ട് ഒരു ചെറിയ അളവ് നന്മ നിങ്ങൾക്ക് കുറഞ്ഞെന്ന് വിചാരിക്കുക. ആ അളവ് നന്മ കിട്ടിയാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും, നരകത്തിന് രക്ഷപ്പെടും. നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഭർത്താവ് അതിലേ വരികയാണ്. വലിയ നന്മയുടെ കൂമ്പാരം കൊണ്ടാണ് അയാൾ പോണത്. നിങ്ങൾ മൂപ്പരോട് ചോദിക്കാണ്, ഇക്ക ഒരു കഷ്ണം ഒന്ന് എനിക്ക് തരുമോ, ഞാനൊന്ന് സ്വർഗത്തിലേക്ക് വരാം. എന്താ മറുപടി ഉണ്ടാവുക? അജാതി ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല, ഞാൻ തരൂല. മക്കള് തരുമോ? ഏട്ടന്മാര് തരുമോ? അനുജന്മാര് തരുമോ? നാത്തൂന്മാര് തരുമോ? ആരും തരൂല. നമുക്ക് നന്മ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന, സംസാരം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവര് മനസ്സിലാക്കേണ്ടത്, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുക്കള ക്ലോസ്, വീട്ടുപണികൾ ക്ലോസ്. നിങ്ങൾ അതിന്റെ നിസ്കാര പയിലെത്തണം. അതാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈമാനികമായ ഏറ്റവും വലിയ പാഠം. നിങ്ങൾ 10,000 തവണ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, 10,000 തവണ ഉപദേശിച്ചു കൊടുത്തിട്ട് കാര്യം. ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്കുക. അവർ കാണുന്നത് എന്താണ്? ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഹയ്യ അലൽ സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ് എന്ന അള്ളാഹുവിന്റെ വിളിയാളം കേട്ട് കഴിഞ്ഞാൽ എല്ലാം ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിട്ട് മുസല്ലയിലേക്ക് വരുന്ന ഉമ്മയെ കാണുന്ന മക്കൾക്ക് ഈമാനികമായ ഉണർവില്ലാതിരിക്കില്ല. അങ്ങനെയാണ് ഈമാനികമായ ഉണർവ് ഉണ്ടാക്കേണ്ടത്. ആ രീതിയിലാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് സുജൂദിൽ അള്ളാഹിന്റെ മുന്നിൽ കരയുന്ന ഉപ്പാനെ മക്കള് കാണട്ടെ. അത് മക്കൾക്ക് കൊടുക്കുന്ന വലിയ തസ്കിയത്താണ്. നമ്മൾ റബ്ബിന്റെ മുന്നിൽ കൈ ഉയർത്തിയിട്ട് കരയുന്നത്, നമ്മുടെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ കവളിലൂടെ ചാരിട്ടിറങ്ങുന്നത് അവര് കാണട്ടെ. അതാണ് ഏറ്റവും വലിയ പാഠം, അതാണ് ഏറ്റവും വലിയ പഠിപ്പിച്ചു കൊടുക്കൽ. ഒന്നാമതായി കുട്ടികൾക്ക് ഹലാലായ ഭക്ഷണം മാത്രം നൽകുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാം ജീവിതത്തിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ജീവിതത്തിലൂടെ അവർക്ക് തസ്കിയത്ത് നൽകുക എന്നതാണ് രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ളത്. ഇനി മൂന്നാമതായി, ഇതെല്ലാം നിങ്ങൾ കൊടുത്താലും വഴിതെറ്റാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നിങ്ങൾ കൊടുത്താലും വഴിതെറ്റൂലേ? ഇതെല്ലാം കൊടുത്ത ആളാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇതെല്ലാം കൊടുത്ത ആളാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബിയുടെ മകൻ വഴിതെറ്റിയില്ലേ? നേർമാർഗത്തിലേക്ക് വന്നോ? ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ വഴിതെറ്റിയില്ലേ? നേർമാർഗത്തിലേക്ക് വന്നോ? ഇല്ല. ഇതെല്ലാം കൊടുത്താലും അതിന്റെ അപ്പുറത്തേക്കും നമ്മുടെ മക്കൾ ഈമാനികമായി താഴ്ന്നു പോകാൻ, കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മുടെ അവസാനത്തെ ആയുധം. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ഏതാണ് ആയുധം? ദുആ. ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. ഖളാഇനെ തടയാൻ ദുആ കൊണ്ടല്ലാതെ മറ്റൊന്നിനെ കൊണ്ടും സാധ്യമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
എന്താ ദുആ ചെയ്യേണ്ടത്? നമ്മൾ കേട്ടല്ലോ തുടക്കത്തിൽ ഖിറാഅത്ത് ഓതിയപ്പോൾ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഖിറാഅത്ത് ഓതി അവസാനത്തെ ഭാഗത്ത് സൂറത്തുൽ ഫുർഖാനിൽ ഉള്ളതാണ്. ഇബാദുർ റഹ്മാനെ കുറിച്ച് പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ പരമകാരുണികനായ അടിയാന്മാർ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. നോക്ക് നിങ്ങൾ എത്ര സ്നേഹത്തോടെയാണ് അള്ളാഹു അവരെ വിശേഷിപ്പിക്കുന്നത് അല്ലെ? ഏതുപോലെ എന്നറിയോ? ഉമ്മാന്റെ മുത്ത് എവിടെ, ഉപ്പാന്റെ ചക്കര എവിടെ എന്നൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ പറയൂലേ, അതേപോലെ പരമകാരുണികന്റെ അടിമ, പരമകാരുണികന്റെ അടിയാൻ എന്നവർക്ക് പേര് വരാൻ കാരണം എന്താ വെച്ചാൽ അവരുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, അവരുടെ ജീവിതത്തിലെ പരിശ്രമങ്ങൾ കൊണ്ടാണ്. എന്നാൽ അത്രത്തോളം പരിശ്രമിക്കുന്ന ആളുകൾക്ക് പോലും മക്കൾ കാരണം പ്രയാസം ഉണ്ടാവാം, ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അവര് പോലും ദുആ ചെയ്യുന്ന വിഷയമായി അള്ളാഹ് പഠിപ്പിച്ചത് എന്താണ്? ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. എന്താണ് കൺകുളിർമ? കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? കണ്ണിന് ഐസോടൊന്ന് വെച്ചിട്ടില്ലാണോ? തണുത്ത വെള്ളം കണ്ണിൽ ഒഴിച്ചിട്ടില്ലാണോ? ഇതൊന്നുമല്ല. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് എമ്പാടും സന്തോഷിക്കാൻ കഴിയണം. എത്ര മാതാപിതാക്കളാണ് നിങ്ങൾക്കറിയോ? നമുക്കറിയുന്ന എനിക്ക് പേഴ്സണലായി അറിയുന്ന എത്രയോ മാതാപിതാക്കൾ കോടികൾ ഡൊണേഷൻ കൊടുത്തിട്ട് MBBSനും മറ്റും പഠിക്കാൻ പറഞ്ഞയച്ചിട്ട് പിന്നെ ക്യാമ്പസിൽ വിളിക്കാണ്. ആളുകളുടെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്ന് നോക്കുമ്പോ റൂമിൽ എന്താണ് കാണുന്നതെന്ന് അറിയോ? കഞ്ചാവും മയക്കുമരുന്ന് അടിച്ചിട്ട് കണ്ണൊക്കെ ചുവന്നിട്ട് മെലിഞ്ഞുണങ്ങിയിട്ട് മനുഷ്യരൂപം പോലും നഷ്ടപ്പെട്ട മക്കളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ണിൽ തീ കോരിയിടാന്നാ പറയുന്നത്, കണ്ണിൽ തീ കോരിയിടുക. എന്നാൽ ചില മക്കൾക്ക് ഒരു പൈസയും ചെലവാക്കാതെ തന്നെ അവര് അഭിമാന സ്തംഭങ്ങളായി മാറാറുണ്ട്, മാതാപിതാക്കൾക്ക് വലിയ കൺകുളിർമയായി മാറാറുണ്ട്. ആ രീതിയിലുള്ള മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹബ്ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുൻ. അല്ലാഹുവേ, കൺകുളിർമ നൽകുന്ന സന്താനങ്ങളും ഭാര്യമാരുമാക്കിയിട്ട് ഭർത്താക്കന്മാരുമാക്കിയിട്ട് ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും നീ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു പ്രദേശത്ത് ഒരു ഉപ്പ, ആ ഉപ്പ എന്ന് പറഞ്ഞാൽ എല്ലാ വക്തും 5 വക്ത് കൃത്യമായിട്ട് ഫ്രണ്ട് സൊഫിൽ ഉണ്ടാവും നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഒരു പരിപാടിക്കും അയാൾ മുന്നില്ലാത്തൊരു പരിപാടി ഉണ്ടാവില്ല. അങ്ങനെ ഒരു മനുഷ്യൻ. അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്. ഒരു ആൺകുട്ടി ഏതോ ഒരു കുത്തുകേസിൽ പെട്ടിട്ട് ജയിലിന്റെ ഉള്ളിലാണ്. മറ്റേ ആൺകുട്ടി ഉണ്ടല്ലോ എവിടെയെന്നറിയോ? അയാളുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന അതേ തെരുവിൽ രാവിലെ മുതൽ മൂക്കറ്റം കുടിച്ച് ബോധമില്ലാതെ തെരുവിൽ ഇങ്ങനെ വീട് നടക്കാണ് രണ്ടാമത്തെ ആൺകുട്ടി. അപ്പൊ നമ്മൾ നന്നായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ കുറെ നിസ്കരിച്ചിട്ടും കുറെ ദുആ ചെയ്ത് കുറെ ഓതിയിട്ടും കുറെ ദിക്റിലിട്ടും അള്ളാഹുവിന്റെ തൗഫീഖ് തന്നെ വേണം. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് നേടിത്തരുന്ന ഒരേ ഒരു സംഗതി എന്താണ്? ഒരേ ഒരു സാധനം എന്താണ്? ദുആ മാത്രമാണ്. അപ്പൊ എന്റെ സഹോദരിമാരോട് ഇന്ന് എനിക്ക് പറയാനുള്ളത്, മക്കളുടെ വിഷയത്തിൽ ഈമാൻ വർദ്ധിക്കാൻ 3 വഴികളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്നാമതായി അവർക്ക് ഹലാലായ ഭക്ഷണം നൽകുക. രണ്ടാമതായി ഈമാനുള്ളൊരു ജീവിതം നിങ്ങൾ നയിക്കുന്നതായി അവർക്ക് കാണിച്ചു കൊടുക്കുക. 4-മതായി ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഭാഷയിൽ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഈ 3 വിഷയങ്ങളാണ് അവർക്ക് വേണ്ടി അവരുടെ ഈമാൻ വളർത്താൻ നമുക്ക് ചെയ്യാനുള്ളത്. ഇത് 3ഉം ചെയ്യണം കേട്ടോ. കാരണം കാലഘട്ടം വളരെ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ നമ്മൾ പോലും അറിയാതെ യുക്തിവാദികളും നിരീശ്വരവാദികളുമായി മാറിക്കൊണ്ടിരിക്കാൻ. ഇപ്പോ എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന സംഘടനയിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് കേട്ടത്. അവര് വീട്ടിലിങ്ങനെ വന്നിട്ട് നിസ്കരിക്കും, മാതാപിതാക്കളോട് നിസ്കരിക്കും, പള്ളിയിൽ പോകും, കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അവര് ഒറ്റക്കായി കഴിഞ്ഞാൽ അവര് ബന്ധപ്പെടുന്നത് ഇത്തരം ഗ്രൂപ്പുകളായിട്ടാണ്, ഇത്തരം സംഘങ്ങളുമായിട്ടാണ്. അവരെവിടേക്കും നമ്മുടെ മക്കളെ വിളിച്ചു കൊണ്ടുപോയി കളയും. അതുകൊണ്ട് അവരുടെ ഈമാൻ സംരക്ഷിക്കാനുള്ള എല്ലാ പരിശ്രമവും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് വളരെ നിസ്സാരമായിട്ട് ഒരിക്കലും കണ്ടുകൂടാ. കാരണം പിശാച് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം ഭീകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് നിമിഷവും നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടു പോയേക്കാം. ഈമാനികമായ അവസ്ഥയിൽ നിന്ന് താഴേക്ക് വീണ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് പറഞ്ഞ് ഈ കാര്യം എല്ലാവരും കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ ഭക്ഷണം മാത്രം കൊടുക്കുന്ന മാതാപിതാക്കളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പറയുന്നതിനും അപ്പുറം
ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ എന്ന വലിയ ആയുധം അത് ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കാൻ, അതൊരിക്കലും കൈവിടാതിരിക്കാൻ അള്ളാഹു നമുക്ക് ക്ഷമയും സബറും നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേട്ട എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണമെന്ന് വസിയത്തും ചെയ്യുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വളരെ നല്ലൊരു നസീഹ ആയിരുന്നു നമ്മൾ ഇത്രയും നേരം ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും നല്ല നസീഹ നമ്മൾക്കായി സമ്മാനിച്ച ഉസ്താദ് ഉനൈസ് പാപ്പൻശ്ശേരി അവർക്ക് എന്റെയും ഖുറാത്ത് അയ്യൂന്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ജസാഖുല്ലാഹു ഖൈറൻ കസീറൻ. ജസാഖുല്ലാ. അടുത്തതായിട്ട് പാകിസ്ഥാൻ മാമനെ ക്ഷണിച്ചുകൊള്ളാണ്. ഖുറാത്ത് അയ്യൂൻ മദ്രസയെ കുറിച്ച് കൂടുതലായി പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. പാകിസ്ഥാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മദ്രസിന്റെ കാര്യം ഇൻഷാ അല്ലാഹ് ക്ലാസ്സസ്, റെഗുലർ ക്ലാസ്സസ് നമ്മൾ 10-ാം തീയതി മുതൽ ചെറിയ ക്ലാസ്സുകൾക്ക് നമ്മൾ റെഗുലർ ക്ലാസ്സസ് 10th മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. അതേപോലെ ഹയർ ക്ലാസ്സസിന് നമ്മൾ ഈ ഒരു സെഷനോട് കൂടി തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് ജിഷാമേം നിങ്ങളെ കൂടുതലായിട്ട് അറിയിക്കുന്നതായിരിക്കും അതിനെ പറ്റിയിട്ട് ഇൻഷാ അല്ലാഹ്. മറ്റുള്ള കാര്യങ്ങൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കുള്ള ബുക്സും PDF ഒക്കെ നിങ്ങളെ ക്ലാസ്സുകളിൽ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഡിവിഷൻസ് ആക്കി ക്ലാസ്സുകളിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. PTA ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾക്ക് നല്ലൊരു നസീഹ നമ്മളെല്ലാരും കേട്ടു അല്ലെ. നമ്മുടെ ലൈഫ് എത്രത്തോളം പ്യൂർ ആക്കുന്നു അത്രത്തോളം നമ്മളുടെ മക്കളുടെ ലൈഫിലും ആ ഒരു പ്യൂരിറ്റി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കുറെ തിയറി ക്ലാസ്സസ്, അതായത് കുറെ ക്ലാസ്സുകൾ കേട്ടത് കൊണ്ടോ, അതായത് കുറെ നമ്മൾ തിയറി നോളജ് എടുത്തത് കൊണ്ടല്ല കാര്യം അല്ലെ. നമ്മളത് എത്രത്തോളം ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കുന്നു അതിലാണ് കാര്യം. അതാണ് ഇന്നത് ഉസ്താദിന്റെ ക്ലാസ്സിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. ഉസ്താദ് പറഞ്ഞ കുറച്ച് ലൈഫ് ടിപ്സ് അത് നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാല് നമ്മളുടെ മക്കൾ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കലി കോപ്പി പേസ്റ്റ് ആണ്. അവർ നമ്മളിൽ നിന്ന് അത് കട്ട് ചെയ്തെടുക്കും, പിന്നെ അവരത് കോപ്പി ചെയ്യും, അവരത് ആലോചിക്കും അത് കുറച്ചു നേരം, പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർ പേസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മളത് റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെ, നമ്മൾ അള്ളാഹുവായിട്ട് എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം ആ ഒരു അള്ളാഹ് നമ്മളിലേക്ക് ഓടിയെടുക്കും. നമ്മൾ മെല്ലെ നടന്ന് അടുക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഓടിയെടുക്കുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് നമ്മളുടെ മക്കളെ ഓരോരുത്തരെയും ഈമാനുള്ള തഖ്വയുള്ള, നമ്മളും തഖ്വയുള്ള ഉമ്മമാരും പേരൻസ് ഉപ്പമാരായിക്കോട്ടെ, തഖ്വയുള്ള പേരൻസ് ആയാൽ തന്നെ നമ്മളുടെ മക്കളെ നമുക്ക് തഖ്വയുള്ള മക്കളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ഒരു മജ്ലിസ് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒത്തുകൂടിയ ഈ ഒരു മജ്ലിസ് ഏറ്റവും മനോഹരമായ നസീഹയിലൂടെ നമ്മൾക്കത് പരിപൂർണമാക്കി തന്ന ഉസ്താദിനും ഒന്നും കൂടി ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ടീച്ചേഴ്സ്, പേരൻസ്, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവർക്കും എന്റെയും പുറത്താഴിയൻ വകയുടെയും ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഈ ഒരു പരിപാടി അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. سبحانك اللهم وبحمدك نشهد ان لا اله الا انت نستغفرك ونتوب اليك. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരു മജ്ലിസ് നാളെ അല്ലാഹുവിന്റെ മീസാനിൽ കനം തൂങ്ങുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈമാനുള്ള മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ പുറത്തായിന്റെ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ നിങ്ങൾ ഓരോ പേരൻസിനും അതിന്റെ ഒരു ഭാഗമായി അത് സാധിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.